ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഏറ്റവും വലിയ മോഷ്ടാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നു. അതും 8 മണിക്കൂറാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതിലെ സഖാക്കൾ പറയുന്നത് ഇതിനു മുമ്പ് എത്രയോ മണിക്കൂർ ഈ പോറ്റിയെ ചോദ്യം ചെയ്തതല്ലേ, ഇനി എന്ത് കിട്ടി എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ ശബരിമലയിൽ നടത്തിയ കൊള്ളയും അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാം പഴയതായിരിക്കാം. പക്ഷേ സർക്കാർ അത് പുതിയതാണ്. പുതിയ സർക്കാർ വന്നതിന് ശേഷം തട്ടിപ്പ് നടത്തിയവർക്ക് വേണ്ടി പിണറായി വിജയൻ എഴുതി കൊടുക്കുന്നത് അതേപടി ഇനി നടക്കില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിൽ വലിയ സത്യങ്ങൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്, ആ രഹസ്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പുറത്ത് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഒരുപക്ഷെ അന്നും പറഞ്ഞിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി, പക്ഷേ പുറത്ത് പറയരുത് എന്ന് പിണറായി സംഘത്തിൻ്റെ താക്കീതും അതിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് പാവം ഈ അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ SIT എന്ന് വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാം പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെയെല്ലാം കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പുറത്തു പറഞ്ഞിട്ടില്ല പോറ്റി എന്നാണ് വ്യക്തമായതോടെ വീണ്ടും വിളിപ്പിച്ചു വിശദമായി ചോദിച്ചറിഞ്ഞു. ഇനി കഥ മാറുകയാണ് ശബരിമല വിഷയത്തിൽ. കാരണം പോറ്റിക്കു മാത്രം അറിയാവുന്ന ഒട്ടനവധി രഹസ്യങ്ങളുണ്ട്. ഈ കൊള്ള ശബരിമലയിൽ തുടങ്ങി വച്ചത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ്. വെറും കടകംപള്ളിയല്ല അദ്ദേഹം, പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ കടകംപള്ളി. ആ കടകംപള്ളിയുടെ ബിസിനസ് പാർട്ട്ണറാണെന്ന് തന്നെ പോറ്റിയെ വിശേഷിപ്പിക്കുന്നവരുമുണ്ട്. അത്രയ്ക്കും വലിയ ബന്ധമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം മന്ത്രി കടകംപള്ളിയും തമ്മിൽ. എന്നാൽ എല്ലാ കാര്യങ്ങളും നടത്താൻ ആവശ്യപ്പെട്ട് അവസാനം ജയിലിൽ പോകാനും അകത്ത് കിടക്കാനും ഈ പോറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ആ വിഷമം തെളിവിൻ്റെ രൂപത്തിൽ പോറ്റി പറഞ്ഞതാണ് പോലീസിനോടെല്ലാം. പക്ഷേ പിണറായി പോലീസ് അതെല്ലാം മൂടിവെച്ചു. എന്നാൽ സർക്കാർ മാറിയതോടെ പോറ്റിക്കൊരിക്കൽ കൂടി എല്ലാം പറയേണ്ടി വന്നിരിക്കുന്നു. 2018 മുതൽ നടത്തിയ സ്വർണ്ണമോഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിജയിപ്പിച്ചു കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി അത് തന്നെ 2025 ചെയ്തപ്പോഴാണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ മുൻപത്തെ പോലെ തന്നെ മോഷ്ടാക്കൾ ഇതിൻ്റെ പിന്നിലും ഉണ്ടോ എന്ന്, അത് ആരൊക്കെയാണെന്നുമൊക്കെ പോറ്റി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുപ്രകാരം 2025 നടന്ന സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ഇപ്പോൾ SIT. അതിൽ SIT കണ്ടെത്തിയിരിക്കുന്നത് വളരെ വ്യക്തമാണ്. 9 പേർക്ക് ഈ കൈമാറ്റത്തിൽ പങ്കുണ്ട് എന്നും ചട്ടങ്ങൾ മറികടന്ന് 2025 പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ ദുരൂഹതയുണ്ട് എന്നുമാണ് ഇതോടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൽ PS പ്രശാന്തി എന്ന മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ മാത്രമല്ല, ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസവനും ഉണ്ടാകുമെന്നും സൂചനകൾ ലഭിക്കുന്നു. 2019 സ്വർണ്ണക്കൊള്ള മറക്കാൻ 2025 ദ്വാരപാല പാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പരിഗണിക്കവേ ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചത്. അന്ന് കടകംപള്ളി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ എല്ലാം ഭംഗിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചത് വീണ്ടും 2025 ദേവസ്വം മന്ത്രിയായ VN വാസവൻ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നുള്ള സംശയത്തിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നത് പത്മകുമാറും വാസുവും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ PS പ്രശാന്ത് എന്ന് മാത്രം. ഒടുവിൽ വളരെ വിപുലമായ അന്വേഷണത്തിന് ഒടുവിൽ 2025 സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും മുൻ ഭരണസമിതിക്ക് വീഴ്ചകൾ സംഭവിച്ചതായും SIT ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഇതിലെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഒന്നുകൂടി രേഖപ്പെടുത്താനും അതുവേണ്ടി തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ അന്വേഷണ സംഘം അഥവാ SIT പോലീസ് ഉദ്യോഗസ്ഥർ സത്യസന്ധരും കഴിവുള്ളവരുമൊക്കെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ പോലും പുറത്തു പറയാൻ കഴിയാതെ, കോടതിയിൽ പറയാൻ പോലും കഴിയാതെ പിണറായിയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന സ്ഥിതി വന്നതാണ് അവരുടെ പ്രശ്നം. ആ സ്ഥിതി ഇപ്പോൾ മാറിയതോടെ യഥാർത്ഥ പ്രതികൾ പുറത്തു വരികയാണ്. അത് ദേവസ്വം മന്ത്രിമാർ അടക്കം അതിലുണ്ടാകും എന്നുള്ളതിൻ്റെ സൂചന ലഭിച്ചു കഴിഞ്ഞു. ഇനി കോടതിയിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കാര്യങ്ങൾ അറിയാം. അത് യഥാർത്ഥ പ്രതികളെ തന്നെ പിടിക്കാനാണ് കൊടുക്കുന്നത്. സർക്കാരിൻ്റെ കർശനമായ നിർദ്ദേശവും അത് തന്നെയാണ്. അതുകൊണ്ടൊരു കാര്യം വളരെ വ്യക്തമാണ്, ശബരിമലയിൽ എന്താണ് നടന്നത്, എന്തൊക്കെയാണ് മോഷ്ടിച്ചത്, ആരാണ് ഇതിന് പിന്നിൽ, ഇതെല്ലാം അറിയുന്നവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇതെല്ലാം അറിയുന്നവരെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ ചെന്നിത്തലയുടെ പോലീസാണ്. പോറ്റി പറഞ്ഞത് മന്ത്രിയുടെ പേരാണെങ്കിൽ അതിൽ ഇനി തിരുത്തലില്ല.
അറസ്റ്റിലാകുക തന്നെ ചെയ്യും. അതിൻ്റെ തുടക്കമാണ് ഈ കണ്ടത്.